അപ്പൊ ഇന്നത്തെ റെസിപ്പി എന്താ നിങ്ങൾക്ക് ഓൾറെഡി തമ്മനയിൽ കണ്ടപ്പോൾ പിടിയിട്ടുണ്ടാവും അല്ലേ? സാധാ വീട്ടിൽ നിൽക്കുന്ന പോലെ തന്നെയാണ് ഞാൻ വന്നേക്കുന്നത്. ഡ്രസ്സ് ഒന്നും മാറാൻ നിന്നിട്ടില്ല. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഓൾറെഡി വീഡിയോ അത്യാവശ്യം ലെങ്ത് ഉണ്ട്, അപ്പം പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പോൾ ഇത് എനിക്ക് റെസിപ്പി കിട്ടിയത് എന്റെ ബുദ്ധിയിൽ ഉദിച്ചതൊന്നല്ല കേട്ടോ. ഈ ഐഡിയ എങ്ങനെ വീശി അടിക്കാതെ ഉണ്ടാക്കാം എന്നുള്ള ഐഡിയ എനിക്ക് എന്റെ ബുദ്ധിയിൽ തെളിഞ്ഞൊന്നുമല്ല, യൂട്യൂബിൽ നിന്ന് കിട്ടിയതാണ്, ഒരു തമിഴ് ചാനലിൽ നിന്നാണ് കിട്ടിയത്. അപ്പം അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഏകദേശം ഒരു വർഷത്തിനടുത്തായിട്ട് ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കാറ്. അതിന്റെ മുന്നേ വരെ തട്ടിമുട്ടിയൊക്കെ വീശി അടിച്ചിട്ടൊക്കെയാണ് ഉണ്ടാക്കിയിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു കൊല്ലത്തിനോടടുത്ത് ഞാനിപ്പോൾ ഈ ഒരു രീതി തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. പിന്നെ ഇൻഗ്രീഡിയൻസിന്റെ അളവ് കാര്യങ്ങളൊക്കെ അത് ഞാൻ തന്നെ ചേർത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ ചാനലിന്റെ ലിങ്ക് ഞാൻ ആ റെസിപ്പിയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ അവരുടെ ചാനലും കാണാൻ സപ്പോർട്ട് ചെയ്യുക, അവരുടെ റെസിപ്പി അവരെങ്ങനെ ചെയ്തതെന്ന് നോക്കുക കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള അളവും കാര്യങ്ങളൊക്കെ ഞാൻ ചേർത്തിട്ടുള്ളതാണ്, ഞാൻ തയ്യാറാക്കുന്ന അതേ രീതിയിൽ തന്നെയാണ്. പക്ഷേ ആ വീശടിക്കാതെ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള സൂത്രം എനിക്ക് അവരിൽ നിന്നാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ അതുകൂടെ പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ അതുപോലെ എനിക്ക് പറയാനുള്ളത്, അതുപോലെ വെറുതെ ഉപ്പും വെള്ളവും മൈദപ്പൊടിയും ചേർത്തിട്ട് കിടിലനായിട്ട് പൊറോട്ട ഉണ്ടാക്കുന്നവരെ എനിക്കറിയാം കേട്ടോ. അടിപൊളിയായിട്ട് പൊറോട്ട ഉണ്ടാക്കുന്നവരുണ്ട്, അതും എനിക്കറിയാം. അപ്പോൾ അവരൊക്കെ ഒന്ന് ക്ഷമിക്കുക. നമുക്ക് ഇത്രയൊക്കെ സാധനങ്ങൾ ചേർത്താലാണ് പൊറോട്ട നേടിയാവാറുള്ളൂ. അപ്പോൾ ക്ഷമിച്ചോളോ. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് നല്ല ഈസി ആയിട്ട് വീശടിക്കാതെ പൊറോട്ട തയ്യാറാക്കാൻ നോക്കാം. അപ്പൊ നമുക്ക് പൊറോട്ടയ്ക്ക് മാവ് കുഴക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ അതേ ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു കോഴിമുട്ടയാണ് എടുത്തേക്കണേ. നല്ല സ്പൂൺ വെച്ച് അടിച്ചെടുത്തിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പും ചേർത്തിട്ടുണ്ട് ഈ കോഴിമുട്ടയിൽ. അതുപോലെ പാല് വേണം നമുക്ക്. പാല് ഞാൻ ഇത് അരക്കപ്പാണ്, ഇതിൽ പകുതി എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒരു കാൽ കപ്പും ഒരു 2 ടേബിൾ സ്പൂൺ കൂടുതലും അത്ര ഉണ്ടാവുള്ളൂ. ഏകദേശം ഒരു 1/4 കപ്പോളം മതി പാല്. പച്ചപ്പാലാണ്, കാച്ചിട്ടൊന്നുമില്ല. അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു തുണ്ട് ഉപ്പ് ഇട്ടാ, ഒരു തുണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നല്ലൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇത് നമ്മുടെ ഈ മൈദ എടുത്ത് വെച്ചിട്ടുള്ളതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നടുക്കിലൊരു കുഴി പോലെ ആക്കാം. എന്നിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നനയ്ക്കുക. അതിന് ശേഷം ഇത്തിരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. വീണ്ടും ഒഴിച്ചു കൊടുക്കുക. ഇനി നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. വെള്ളത്തിന്റെ അളവ് നോക്കിയിട്ട് ഞാൻ പറയാട്ടോ. ഇതിപ്പോൾ ആദ്യം ഒന്ന് മിക്സ് ചെയ്യട്ടെ. ഞാനിപ്പോൾ നമ്മുടെ മുട്ട എടുത്ത ആ പാത്രത്തിലേക്ക് ഞാൻ വെള്ളം എടുക്കാൻ പോകണം. അളവ് പറഞ്ഞായിരുന്നല്ലോ നിങ്ങൾക്ക്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഒരു കാര്യം ചേർത്ത് കൊടുക്കാണ്ട് ഇതിലേക്ക്. വേറെ ഒന്നുമല്ല, ബേക്കിംഗ് പൗഡർ ആണ്, ബേക്കിംഗ് സോഡ അല്ല കേട്ടോ. ബേക്കിംഗ് പൗഡർ ഇത് 1/4 ടീസ്പൂണാണ്. അപ്പോൾ നമുക്കൊരു 1/2 ടീസ്പൂൺ വേണം. അപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂണും ഇനി ഒരു 1/4 കൂടി ആയാലല്ലേ അറിയാവുള്ളൂ. അപ്പോൾ ദേ വീണ്ടും ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കേട്ടോ. ബേക്കിംഗ് പൗഡർ ആണ്, സോഡയല്ല. ഇതിലോട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് അലിയും ചെയ്യും. കണ്ടോ, ഒരു 1/4 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. ഇപ്പോഴും വേറെ കണ്ടോ, ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 കപ്പ് വെള്ളമായിട്ട് എടുത്തേക്കുന്നത്. പിന്നെ അതുപോലെ നമ്മുടെ മാവിലേക്ക് ആവശ്യമായ ഉപ്പ് ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പൊടിയിലേക്ക് തന്നെ ഡയറക്റ്റ് ഇടാം കേട്ടോ. പക്ഷെ ഞാൻ എങ്ങനെയാണ് ചെയ്യാറ്, ഈ വെള്ളത്തിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യാറ്. കണ്ടോ, നല്ല പതഞ്ഞു വരും ഇങ്ങനെ ആവുമ്പോൾ. ഇനി മിക്സ് ചെയ്തത് നമ്മുടെ ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ഒന്ന് കുഴച്ചെടുക്കാം. വെള്ളം പോരാ, 1/4 കപ്പ് വെള്ളം പോരാ കേട്ടോ. ശരിക്കും 1/2 കപ്പ് തന്നെ വേണം. അതുപോലെ ഞാൻ ഇതിലേക്ക് ഒരു കാര്യം വിട്ടുപോയി, നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നതിന്റെ ഇടയിൽ വിട്ടുപോയതാണ്. നമുക്ക് പഞ്ചസാര വേണം കേട്ടോ. പഞ്ചസാര 1 ടീസ്പൂൺ മതി, അധികം വേണ്ട. 1 ടീസ്പൂൺ പഞ്ചസാര. അത് നിങ്ങൾ കുഴക്കുന്ന നേരത്തെ തന്നെ ചേർത്തോളൂ കേട്ടോ. ഇപ്പൊ ചേർത്താലും വിരോധമില്ലെങ്കിൽ ആദ്യം ചേർക്കുകയാണെങ്കിൽ ഇത്തിരി നല്ല മറന്നുപോയി. ഈ ഒരു പരുവത്തിലാണ് വെള്ളം വേണ്ട. ഇനി വേണ്ട. അപ്പൊ കുറച്ച് വെള്ളത്തിൽ ബാക്കി വന്നിട്ടുണ്ട്. അപ്പൊ കറക്റ്റ് വെള്ളത്തിന്റെ അളവ് പറയാനാണെങ്കിൽ നമുക്ക് 1/4 കപ്പും പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കൂടി വേണ്ടി വന്നിട്ടുള്ളൂ. 1/2 കപ്പ് മൊത്തം നമുക്ക് വേണ്ടി വന്നിട്ടില്ല. അത് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന മാവിനനുസരിച്ച് വെള്ളം അങ്ങോട്ട് കൂടെ ഏറിയും കുറഞ്ഞിരിക്കും. അത് നിങ്ങൾ ചേർത്ത് നോക്കിയിട്ട് ആ പരിവം മനസ്സിലാക്കുക, അത് പറ്റുള്ളൂ. അപ്പോൾ കറക്റ്റ് ആയിട്ട് എനിക്ക് വെള്ളത്തിന്റെ അളവ് പറയാൻ പറ്റില്ല. ഒരു 1/4 കപ്പും 2 ടേബിൾ സ്പൂണും വേണ്ടി വരും. ഇപ്പൊ അത്രയാണ് വേണ്ടി വന്നത്. അപ്പൊ ഇനി ഇത് നല്ലൊന്ന് കുഴച്ചെടുക്കട്ടെ. ഇങ്ങനെ കട്ടിക്ക് ഇരിക്കരുത്. ഇത് എത്തിരി ഇങ്ങനെ ഒട്ടട പോലെ ഇരിക്കണം. എന്നാലാണ് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് പൊറോട്ട പരത്തിരിക്കാനൊക്കെ പറ്റുള്ളൂ. നല്ല കട്ടിക്ക് ഉണ്ടായിട്ട് ഇരിക്കരുത് കേട്ടോ. ഞാൻ കുഴക്കട്ടെ, അതിന് ശേഷം കാട്ടിത്തരാം. ഇത്രയും കുഴച്ചെടുത്തിട്ടുള്ളൂ. കുഴ ഒന്നും ആയിട്ടില്ല. ഇനി നമ്മുടെ കൈ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം കുഴച്ചാൽ മതി. അപ്പൊ നമുക്ക് വേഗം കുഴക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കും. ഇനി ഒന്ന് കൈ ഒന്ന് വൃത്തിയാക്കിയിട്ട് വരാം. നമുക്ക് അതിന് ശേഷം ഇത് കുഴക്കാട്ടോ. ഇനി ഇത് നമുക്ക് നല്ല ഒന്ന് കുഴച്ച് ഇതാക്കി എടുക്കണം. കഴിയൊക്കെ കഴുകി വന്നിട്ടുണ്ട്. പക്ഷെ അതിന്റെ മുന്നേ നമ്മൾ ഇനി ഇത് കുഴക്കണതിന്റെ ഇത്തിരി മുന്നേ ആയിട്ട് ഇതേ ഒരു 1/2 ടീസ്പൂണോളം നെയ്യ്, ഞാൻ 6 kg ആണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചേർക്കാട്ടോ, വിരോധമില്ല. ഒരു 1/2 ടീസ്പൂൺ നെയ്യ് കൂടിയും ചേർക്കുക. അതിനുശേഷം നമുക്ക് കുഴച്ച് വൃത്തിയാക്കി എടുക്കാം. ഇനി നല്ല ആ നെയ്യും ഒക്കെ ചേർത്ത് നല്ല ഒന്ന് കുഴച്ചെടുക്കാം.
നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് താഴെ ഇതുപോലെ ഒരു 1/4 മണിക്കൂർ, അതായത് ഒരു 15 മിനിറ്റോളം ഇത് കുഴച്ചോണ്ടേയിരിക്കും. ഇതിപ്പോ ഇതന്നെ കണ്ടോ, ഇപ്പൊ തന്നെ കണ്ടോ, അധികം നമ്മൾ കുഴച്ചിട്ടില്ലേ, നല്ല മയമായിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ മാവ് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതെന്താന്ന് വെച്ചാൽ നമ്മൾ ആ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുമ്പോൾ കണ്ടില്ലേ നല്ല പതഞ്ഞു വന്നത്. ഉപ്പും ചേർത്ത് ആ വെള്ളം അങ്ങനെ ചേർക്കുമ്പോൾ നല്ലതാണ് നമ്മുടെ പൊറോട്ടയ്ക്ക്. പിന്നെ കുറെ ആൾക്കാർക്ക് ബേക്കിംഗ് പൗഡർ ഇഷ്ടമല്ല, പൊതുവേ പൊറോട്ട പൊട്ടോഷനാണല്ലോ പറയണേ. അപ്പൊ പിന്നെ അതൊന്നും നോക്കണ്ട, ഓയിലൊക്കെ അത്യാവശ്യം വേണം. അത് നമുക്ക് ഉണ്ടാക്കുന്ന നേരത്തെ കാണിച്ചു തരാം. അപ്പൊ ആദ്യം ഇതൊന്ന് നല്ല മയത്തിൽ കുഴച്ചെടുക്കാം. ഇത് ഞാൻ നല്ല വൃത്തിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് മാവ് കേട്ടോ. ഇനി ഇതിന്റെ മീതെ നമുക്ക് ഒന്നും ചെയ്യാനില്ല. ഞാനിത് പൊറോട്ടയ്ക്ക് വേണ്ടി മാത്രം മാറ്റി വെക്കുന്ന തുണിയാണ്. ഇത് പൊറോട്ടയ്ക്ക് മാത്രം ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞ് ചൂടുവെള്ളത്തിലെടുത്ത് തിളപ്പിച്ചിട്ട് എടുത്ത് വെക്കും. നനഞ്ഞ തുണിയാണ് കേട്ടോ. ഇതിട്ടിട്ട് മൂടി വെക്കാം നമുക്ക്. ഇത് എത്ര നേരമെന്ന് വെച്ചാൽ ചുരുങ്ങി ഇതൊരു 1/2 മണിക്കൂർ മാക്സിമം വേണം, 1 മണിക്കൂറെങ്കിലും. 1 മണിക്കൂറായ അത്രയും നല്ലത്. പക്ഷെ ഞാൻ എങ്ങനെ ചെയ്യാറെന്ന് വെച്ചാൽ വൈകിട്ട് പൊറോട്ട ഉണ്ടാക്കുന്ന വെച്ചാൽ ഞാൻ കാലത്ത് എപ്പോഴും കുഴച്ച് വെക്കും. ഇനിയിപ്പോൾ കാലത്തേക്കാണ് വല്ല അത്യാവശ്യം, കാലത്ത് അങ്ങനെ ഉണ്ടാക്കാറില്ല. ഞാൻ എന്തെങ്കിലും ഒരു പരിപാടിക്കാണ് അത്യാവശ്യം വേണമെന്ന് വെച്ചാൽ രാത്രി മാവ് ഞാൻ അതുപോലെ കുഴച്ച് വെക്കും. അതുകൊണ്ട് വിരോധമില്ല, നല്ലത് തന്നെയാണ്, നല്ല മയമായിട്ട് വരും. അപ്പോൾ വൈകിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ കാലത്ത് കുഴച്ച് വെക്കും. അതാണ് ഞാൻ പതിവ് ചെയ്യാറ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനാണെങ്കിൽ ഒരു ചുരുങ്ങിയത് 1/2 മണിക്കൂറെങ്കിലും ഇതിങ്ങനെ വെച്ചോളൂ. 1 മണിക്കൂർ വെച്ചാൽ അത്രയും നല്ലത്. അപ്പൊ നമ്മുടെ മാവ് പൊതേ ഞാൻ വൈകിട്ടാണ് ഉണ്ടാക്കാൻ പോണേ കേട്ടോ. കുറെ നേരം എടുത്തു വെച്ചിട്ട് തുറന്ന് നോക്കാം. നമുക്ക് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഈ തുണി മാറ്റി കൊടുക്കാം കേട്ടോ. ഇനി നമ്മുടെ കയ്യിലേക്ക് കുറച്ച് ഓയിൽ എടുക്കുക. വെളിച്ചെണ്ണയൊന്നും ഉപയോഗിക്കരുത് കേട്ടോ. കയ്യിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, കയ്യിൽ കുറച്ച് ഓയിലാക്കുക. അതിന് ശേഷം 2 കയ്യിലൊന്ന് കൂട്ടി തിരുമ്മി ആക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇതൊന്ന് ബോൾ പിടിക്കണമെങ്കിൽ കണ്ടോ നല്ല മാവ് സെറ്റായി വന്നിട്ടുണ്ട്. മാവ് നല്ല മയമായിട്ട് നല്ല പുതുപുതാതെ ഇരിക്കുന്നുണ്ട്. ഇനി ഇത് ബോൾ പിടിക്കണം നമുക്ക്. അതിനെന്ന് വെച്ചാൽ നമ്മുടെ ഈ തള്ളവരലുണ്ടല്ലോ, അതുകൊണ്ട് ഇങ്ങനെ ഉന്തി കൊടുത്താൽ മതി അടിയിൽ. അപ്പോൾ ഇതിങ്ങനെ നല്ല ബോളിന്റെ ഷേപ്പായിട്ട് മുകളിലേക്ക് വരും. കാണുന്നുണ്ട് നിങ്ങൾക്ക്? എന്നിട്ട് കൈ കൊണ്ട് ഇങ്ങനെ പീച്ച അത്യാവശ്യം വലിയ ബോളുകളാക്കി എടുത്താൽ, അത്യാവശ്യം വലിയ ബോളായിട്ട് എടുത്തോളൂ കേട്ടോ. എന്നാലാണ് പൊറോട്ട ഉണ്ടാക്കുമ്പോഴും വലിപ്പം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ കുഞ്ഞ് പൊറോട്ടയായി മാറും. അത്യാവശ്യം വലിപ്പം വേണം. അത്യാവശ്യം വലിപ്പമുള്ള ബോളുകളായിട്ടാണ് എടുത്തേക്കുന്നത് കേട്ടോ. അത്ര വലിപ്പം വേണം. അപ്പോൾ 2 കപ്പ് കൊണ്ട് ഞാൻ 4 എണ്ണമാണ് എടുത്തേക്കുന്നത്. 2 കപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് 1 കപ്പ് 250 ml കേട്ടോ. അങ്ങനെ 2 കപ്പാണ് എടുത്തേക്കുന്നത്. വേണമെങ്കിൽ ഇതുകൊണ്ട് ചിലപ്പോൾ ഒരു 6 എണ്ണമൊക്കെ, ഇത്തിരി കൂടി ചെറുതാണെങ്കിൽ 6 എണ്ണം ആക്കാം. ഞാൻ അത്ര കുഞ്ഞത് വേണ്ട ചേട്ടാ, ഇത്തിരി വലുതാകുമ്പോഴല്ലേ കാണാനും ഭംഗി ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ. അപ്പോൾ 4 എണ്ണമായിട്ടാണ് ഞാൻ തയ്യാറാക്കി വെക്കുന്നത്. അപ്പോൾ ഇനി ഇതുപോലെ ബോൾ പിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മീതെ കുറച്ച് ഓയിൽ പരട്ടി വെച്ചിട്ട് വീണ്ടും ഒരു 1/2 മണിക്കൂർ അവിടെ ഇരിക്കട്ടെ. ഒരു 1/2 മണിക്കൂർ വെച്ചാൽ മതി, അധികം നേരം വയ്ക്കേണ്ട. ഇതിൻ്റെ മീതെ ഓയിലാക്കിയിട്ട് ഒരു 1/2 മണിക്കൂർ അവിടെ ഇരിക്കട്ടെ കേട്ടോ. പിന്നെ നല്ല പുതുപുതാന മാവായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വിഷമം ചേർക്കേണ്ട. എന്താ വെച്ചാൽ നല്ലതാണ്. കാരണം നമ്മൾ വീശി അടിക്കണമെന്നില്ല പൊറോട്ട. വീശി അടിക്കുമ്പോഴാണ് മാവിന് ഇത്തിരി ടൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ മാവ് പൊട്ടാതിരിക്കാനായിട്ട് നല്ലതാണ്. പക്ഷേ ഇത് നമ്മൾ വീശി അടിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ കാര്യം വെച്ച് നമ്മൾ വിഷമിക്കേണ്ട. ഇത്തിരി നല്ല പുതുപുതാന്നെ ഇരിക്കണം മാവ് ഇതിന് ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ കാട്ടി തരാം കേട്ടോ. ഒരു 1/2 മണിക്കൂർ ഇതിങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ ബോൾ ഇത് ഒരു 1/2 മണിക്കൂറും കൂടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി മാറ്റി വെക്കേണ്ട. ഇനി നമുക്കിത് പരത്തിയെടുക്കണം. അതാണെങ്കിൽ എളുപ്പമുള്ള വഴിയാണ്. പെട്ടെന്ന് നമുക്ക് പൊറോട്ട ഉണ്ടാക്കാം. ചപ്പാത്തിക്കല്ല് എടുക്കാം. ചപ്പാത്തിക്കല്ല് എടുത്തിട്ട് നമ്മുടെ ആ ബോൾ പിടിച്ചിട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ഇതേ ഓയില്, വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. ഓയിലും പിന്നെ ഡാൽഡ എന്ന് പറയും നമ്മൾ മഞ്ഞ പാക്കറ്റിൽ വരുന്നത്, അതും കൂടിയിട്ട് മിക്സ് ചെയ്തതാണ് കേട്ടോ. ഇത് 2 ടേബിൾ സ്പൂൺ ഓയിലാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഡാൽഡ, അങ്ങനെയാണ് എടുത്തേക്കണത്. അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇതൊന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഒന്ന് ചൂടാക്കി എടുക്കാം നമുക്ക്. ഡാൽഡയും എണ്ണയും കൂടിയിട്ട് ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പൊറോട്ട നല്ല ആരോഗ്യപരമായ സാധനമൊന്നുമല്ല. അപ്പോൾ പിന്നെ ഡാൽഡ ചേർക്കാൻ പാടും. അങ്ങനെ ഇപ്പോൾ ഹെൽത്തി അല്ലല്ലോ എന്ന് പറയണ്ട. ഡാൽഡ ചേർത്താലാണ് അതാ നല്ല പഞ്ഞിക്കുട്ടി പോലെ കിട്ടുള്ളൂ നമുക്ക്. അപ്പോൾ ഈ പണി തുടങ്ങാം. ഒരു തൈര് ഡാൽഡ ഇതിൻ്റെ മീതയ്ക്ക് ആക്കുക. അതിനുശേഷം നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ഇതൊന്ന് പരത്തി കൊടുക്കുക. നല്ല സ്മൂത്ത് ആയിട്ട് ഇരിക്കണം, അതുകൊണ്ട് നമുക്ക് വേഗം പരത്താൻ പറ്റും. അത് ഞാൻ പറഞ്ഞ നമ്മുടെ മാവ് ഇത്തിരി ലൂസായിട്ടിരിക്കണം, മനസ്സിലായോ? തിരിച്ചിട്ട് കൊടുക്കുക. വീണ്ടും കുറച്ച് ഡാൽഡ ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഈ വശത്തോട്ട്. കഴിഞ്ഞിട്ട് നമ്മുടെ ഈ കൈപ്പത്തി ഉണ്ടല്ലോ, കൈപ്പത്തി വെച്ചിട്ട് ഒന്നിങ്ങനെ പരത്തി കൊടുക്കുക. അപ്പോൾ തന്നെ അങ്ങോട്ട് വട്ടം വെച്ച് വന്നോളൂ നമ്മുടെ കൈ കൊണ്ടാക്കുമ്പോൾ തന്നെ. നമുക്ക് ഈ പ്ലേറ്റിലും ഇത്തിരി എണ്ണ പരത്തി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഈ പരത്തി വെച്ചിട്ടുണ്ടല്ലോ, അതിന്റെ ഷേപ്പ് ഒന്നും പ്രധാനമല്ല. നിങ്ങൾക്ക് കൈ കൊണ്ട് പരത്തുമ്പോൾ ഇങ്ങനെ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ ചപ്പാത്തി പോലെ വെച്ചിട്ടൊന്ന് പരത്തിയാലും മതി കേട്ടോ. ഈ ഒരു മിക്സ് തന്നെ പരത്തിക്കോളോ. ഇതിന്റെ ഷേപ്പ് ഒന്നും വിഷയമല്ല, ഇതിന്റെ എടുത്തിട്ട് കറക്റ്റ് ചെയ്താൽ മതി.
കണ്ടോ എല്ലാം നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഷേപ്പ് ഒന്നും വിഷയമല്ല. ഇതിപ്പോൾ അവസാനം പരത്തിയെടുത്തത് അതാ ചെറുത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ ഞാൻ പരത്തി വെച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. 4 തന്നെ ഉള്ളൂ ആക്കെ. അപ്പോൾ അത് ഇങ്ങനെ പരത്തിയിടുക. ഇനി ഇതിന് ശേഷം ഒരു 10 മിനിറ്റ് ഇങ്ങനെ വെക്കണം. നമ്മൾ തുണി കൊണ്ട് മൂടിയിട്ടാൽ നല്ലതാണ്, അല്ലെങ്കിൽ ഒരു മൂടി വെച്ചാലും മതി. ഒരു 10 മിനിറ്റ് കേട്ടോ, അധികം നേരം വേണ്ട, വെറും 10 മിനിറ്റ്. അത് കഴിഞ്ഞാൽ നമുക്ക് ഇനി പരത്താം. വീശി അടിക്കാതെ എങ്ങനെ പരത്തി കാണിച്ചു തരാം ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാനിത് നമ്മൾ പരത്തിയത് ഒരു 10 മിനിറ്റ് ഞാൻ മൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഞാൻ വഴി കാണിച്ചു തരാം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. നമ്മുടെ ആ മിക്സ് ഉണ്ടല്ലോ, അത് ആദ്യം നമ്മുടെ പാദ്യം പുറത്ത് നിങ്ങൾ കൗണ്ടർ ടോപ്പിലാണെങ്കിൽ കൗണ്ടർ ടോപ്പിൽ ഒഴിക്കുക, അല്ലെങ്കിൽ ഇതുപോലെ എവിടെയാ നിങ്ങൾക്ക് സൗകര്യമുള്ള സ്ഥലം ഏതാണെന്ന് വെച്ചാൽ ഞാൻ അവിടെ ഒഴിച്ചു കൊടുക്കുക. അത്യാവശ്യം സ്ഥലം വേണം നമുക്ക്. അതിനുശേഷം നമ്മൾ പ്ലേറ്റിൽ നമ്മൾ പരത്തി വെച്ച് എടുക്കുമ്പോൾ ഇത് ഇങ്ങനെ വലിഞ്ഞിട്ടാണ് നമുക്ക് കിട്ടുക കേട്ടോ. കുഴപ്പമില്ല, നമുക്ക് തന്നെയാണ് ആവശ്യം. ഇനി ഇത് നമ്മുടെ കൈ വെച്ചിട്ട് പൊട്ടാതെ കണ്ടോ ഇതുപോലെ അങ്ങ് വലിച്ച് നീട്ടുക. ക്യാമറ അടിക്കാൻ വേണം, കറക്റ്റാന്ന് ചോദിക്കണം. കണ്ടോ ഇതുപോലെ അങ്ങ് വലിക്കുക. അപ്പോൾ ഇതിങ്ങനെ നീണ്ടു വരും. ഒപ്പം ഇതിൻ്റെ മീതെ കുറച്ച് വെളിച്ചെണ്ണ അല്ല, നമ്മുടെ ഓയിലിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ആക്കുക. എന്നിട്ട് വീണ്ടും അത് ഇതൊന്ന് പരത്തി കൊടുക്കുക. ഇതേപോലെ കൈ കൊണ്ട് ഇങ്ങനെ വലിച്ചാൽ മതി. എത്ര കനം കുറഞ്ഞിട്ടാണ് വരുന്നത് നോക്കിയാൽ കണ്ടോ. അടിയിൽ നിന്ന് നമ്മുടെ വാഷ് ബേസിൻ്റെ ഇതുവരെ സിങ്ക് നേരിലടിച്ച് കണ്ടു തുടങ്ങി. കണ്ടോ ഇതുപോലെ അങ്ങ് വലിച്ച് നീട്ടുക. പെട്ടെന്ന് നീളും. അതിനെ ഞാൻ മാവ് അധികം കട്ടിക്ക് കുഴക്കരുത്. ഇത്തിരി ഇതുപോലെ പുതുതാന്നെ കുഴച്ചാൽ എങ്ങനെയായി കിട്ടുള്ളൂ നമുക്ക് കേട്ടോ. കണ്ടോ എല്ലാം നമ്മളിങ്ങനെ വലിച്ച് നീട്ടുക. പൊട്ടിയാലും വിരോധമൊന്നുമില്ല, നമുക്ക് ഇത് എടുക്കാനാണ്. കണ്ടോ ഇത്രയും മതി. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് നമ്മുടെ ഈ മാവിനെ പിടിച്ച് പൊന്തിക്കുക കേട്ടോ. എവിടെ നിന്നായാലും കുഴപ്പമില്ല, പൊട്ടിയാലും വിരോധമില്ല. ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് പിടിച്ചിട്ട് നമ്മുടെ മാവ് ഇങ്ങനെ ആക്കുക. ഇതുപോലെ പിടിക്കുക നമ്മുടെ മാവ്. എന്നിട്ട് ഇതിൻ്റെ മീതെ കൂടെ കുറച്ച് നമ്മുടെ ആ മിക്സ് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം ഇതെടുത്തിട്ട് ചുരുട്ടുക. അത് പിന്നെ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇതിങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മുടെ പൊറോട്ടയ്ക്ക് ചുറ്റണ പോലെ ചുരുട്ടുക. കണ്ടോ ഇവിടെ ഇങ്ങനെ ഒരു ബബിൾ പോലെ വന്നേക്കണ. ഇത് പൊറോട്ട ശരിക്കും അടിച്ച് പരത്തി കഴിയുമ്പോഴാണ് ഇങ്ങനത്തെ ഈ ബബിൾ വരിക ശരിക്കും. ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ പരത്തിയാലും ഇത് കണ്ടോ സാധനം വന്നു. കണ്ടോ എന്ത് വലിയ ബബിളാന്ന് നോക്കി ഇതിനകത്ത്. ഇനി മാറ്റി വയ്ക്കുക. നമുക്ക് ഇതുപോലെ അറിയാലോ, ഇതിങ്ങനെ ചുറ്റിയിട്ട് അടിയിലേക്ക് മറ്റേ അവസാനം വരുന്നത് വെച്ച് കൊടുക്കാം. ഇനി ഇതങ്ങ് മാറ്റി വയ്ക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും പരത്തിയെടുക്കാം. ഇത് കണ്ട എല്ലാം ഞാൻ നല്ല മുണ്ട് മണികളായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. കണ്ട ബോള് പോലെ നിൽക്കണം ഈ എയർ നിറഞ്ഞിട്ട്. അത് അത്രയും കനം കുറഞ്ഞ അടിക്കുമ്പോഴാണ് നമ്മുടെ അത് വീർത്ത് വരിക. ബൺ പൊറോട്ടയ്ക്കൊക്കെ കണ്ടിട്ടില്ലേ ഇങ്ങനെ നിൽക്കുന്നത്, അതേ കണക്ക് കണ്ടോ. ഇതുമ്പോൾ നോക്കിയാൽ എന്ത് വലിയ നല്ല രസമുണ്ടല്ലേ കാണാൻ. അപ്പം ഇനി ഇത് വെക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ചട്ടി ചൂടാക്കാൻ വെക്കുക. ഇപ്പോൾ കൈമ എണ്ണ ആയതുകൊണ്ട് എനിക്ക് ക്യാമറ തിരിക്കാൻ പറ്റില്ല കേട്ടോ. ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ ചപ്പാത്തി കല്ലുമ്പോൾ എണ്ണയുടെയും ഡാൽഡയുടെയും മിക്സ് ഒന്ന് പരത്തി കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ ഈ ബോൾ വെച്ചിട്ട് കൈയിൻ്റെ ഈ വശം ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുത്താൽ മതി. അപ്പോൾ തന്നെ പരന്നോളും. ചിലവർക്ക് അത് അറിയില്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ ചപ്പാത്തി കോല് വെച്ചിട്ട് നമുക്ക് പരത്താട്ടോ. എനിക്ക് ഇവിടെ ക്യാമറ അങ്ങോട്ട് തിരിക്കാൻ പറ്റില്ലല്ലോ, കൈമ എണ്ണയായി കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കാണിക്കുന്നത്. ഞാൻ അതൊന്ന് പരത്തട്ടെ കേട്ടോ. അതിനുശേഷം നമുക്ക് കാട്ടിത്തരാം. ചട്ടി പരത്തിയിട്ടുണ്ട്. നമ്മുടെ ചൂടായിട്ടുള്ള ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ കൈ വെച്ചിട്ട് ഇതിൽ തന്നെ വെച്ചിട്ടൊന്ന് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. ഡാൽഡയുടെയും എണ്ണയുടെയും മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. 2 തുള്ളി. ഇതുപോലെ മീഡിയം ടു ലോ ഫ്ലെയിം, തീ കൂട്ടി വെക്കരുത്. ഈ ഒരു ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് ഇതുപോലെ ഇടുക കേട്ടോ. 2 മിനിറ്റ് 3 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോഴത്തേന് അടിവശം ആയിട്ടുണ്ടാവും. ഇനി ഇത് ഇവിടെ ഇത്തിരി കൂടി ആവാനുള്ളൂ. ഇത് ഇവിടെയൊക്കെ വെന്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ ഇതിനെ മറിച്ചിട്ട് കൊടുക്കാം നമുക്ക്. മീതി അതെ കുറച്ച് നമ്മുടെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. മതി. ഇപ്പം അപ്പുറത്തെ സൈഡും 2-3 മിനിറ്റ് നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി തിരിച്ച് മറിച്ചിട്ടുണ്ട്. അത്രയും മതി കേട്ടോ. അതിപ്പോൾ വെന്തുണ്ടാവും. ഇനി ഇത് ഈ ചൂടോടെ തന്നെ കാസറോളിലേക്കാണ് ഇടുന്നത്. അവസാനം നമുക്ക് 4 എണ്ണം ആകുമ്പോൾ എടുത്തിട്ട് തട്ടിയാൽ മതി. ഇപ്പോൾ ഇത് ആദ്യം നമുക്ക് കാസറോളിലേക്ക് ഇട്ട് മാറ്റാം. ചപ്പാത്തി പലകയാന്ന് വെച്ചിട്ട് ഇങ്ങനെ കൈ കൊണ്ട് അമർത്തി പരത്തിക്കോളോട്ടോ. അല്ലെങ്കിൽ അങ്ങോട്ട് പരത്തുമ്പോൾ ഇങ്ങോട്ട് വരും. നല്ല ശക്തിയിൽ പരത്തി കൊടുത്തോളം. എന്നാൽ അത്യാവശ്യം കനവും വേണം. ആ ലെവലിലായാലാണ് നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ പരത്തുമ്പോൾ ഇങ്ങനെ കിട്ടുള്ളൂ. ശരിക്കും ചപ്പാത്തി കോലിനെക്കാട്ടി നല്ലത് നമ്മുടെ കൈ തന്നെയാണ്. അപ്പോഴാണ് ഇങ്ങനെ വെച്ച് അമർത്തുമ്പോൾ ഇത് എല്ലായിടത്തേക്കും എത്തുള്ളൂ. നല്ല ശക്തിയിൽ തന്നെ അമർത്തി കൊടുത്തോട്ടോ. കുഴപ്പമൊന്നുമില്ല. കണ്ടോ ഈ ഒരു ലെവലിൽ പരത്തിയെടുത്തോളൂ.
അപ്പോൾ ഇനി നമുക്കിത് കാസറോളിൽ നിന്ന് എടുക്കാം കേട്ടോ. ഇനി ഇത് തട്ടാൻ നമുക്ക് ചൂടോട് തന്നെ ഞാൻ കെട്ടുവാനെ വിളിച്ചേക്കണത് തട്ടാൻ വേണ്ടിയിട്ട്. കാരണം നല്ല ചൂടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനത് കെട്ടുവാനെ കൊണ്ടാണ് തട്ടിക്കണം. നല്ല അമർത്തി തട്ടണം കൈ കൊണ്ട്. കണ്ട നല്ല അടിപൊളിയായിട്ട് നമ്മുടെ നല്ല സോഫ്റ്റ് ഉണ്ട്. സോഫ്റ്റ് ഇല്ലേ? നല്ല സോഫ്റ്റ് ഉണ്ട്. നല്ല പൊറോട്ട അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ പൊറോട്ട. ഈ കാണിച്ചാൽ കണ്ടോ, അടിപൊളി പൊറോട്ടയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും എൻ്റെ അമ്മ എൻ്റെ കൈ ഇങ്ങനെ തയ്യാറാക്കി നോക്കിക്കോളൂ. നല്ല എളുപ്പമാണ്. നമുക്ക് വീശൊന്നും വേണ്ടല്ലോ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ. കണ്ടോ, ഇനി ഇത് തട്ടാണ്ട് കേട്ടോ. ചേട്ടൻ തട്ടി ഇത് ശരിയായിട്ടില്ലല്ലോ. ഇനി തട്ടാണ്ട്. അമ്മയെ നല്ല ചൂട് കണ്ടോ എല്ലാ പൊറോട്ട. അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. പിന്നെ ഇതുപോലെ അല്ല കേട്ടോ, ചിലവർ മൈദയും വെള്ളം മാത്രം ചേർത്തിട്ട് അടിപൊളി പൊറോട്ട ഉണ്ടാക്കുന്നവരുണ്ട്. നമ്മൾ അത്രയ്ക്കൊന്നും ഇല്ല. നമ്മൾ ചെറുതായിട്ട് എല്ലാ സാധനങ്ങളൊക്കെ ചേർത്ത് ഇങ്ങനെ ഉടായ്പിലൂടെയാണ് നമ്മളൊക്കെ പൊറോട്ട ഉണ്ടാക്കുന്നത്. കാരണം നമുക്ക് വീശാനടിക്കാനൊന്നും അത്ര വശമില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഇഷ്ടമില്ലാത്തവരുണ്ടാവും, അപ്പോൾ ക്ഷമിക്കുക. നല്ല രീതിയിൽ പൊറോട്ട ഉണ്ടാക്കാൻ അറിയുന്നവരുണ്ടാവും. അപ്പോൾ എൻ്റെ ഈ ഒരു വിദ്യകൾ കണ്ടിട്ട് ഇഷ്ടമാകാത്തവരുണ്ടെങ്കിൽ ക്ഷമിച്ചോളൂ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും തയ്യാറാക്കി നോക്കാൻ മറക്കരുത്. ഈ രീതിയിൽ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടം.